നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ഭാര്യയെ അംഗീകരിച്ച് താലികെട്ടിയ പെൺകുട്ടിയാണ് ആതിര. ആതിരെ പോലൊരു പെൺകുട്ടി അച്ഛനും അമ്മയും സഹോദരനും ഒന്നും അറിയാതെ നിന്നെ രഹസ്യമായി വിവാഹം കഴിക്കാനുള്ള ആർജവം കാണിച്ചുവെങ്കിൽ നീ എന്ന് ഓർത്തു നോക്ക്. അവക്ക് നിന്നോട് എന്തുമാത്രം സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടായിരിക്കുമെന്ന്. അനിയത്തിയുടെ ജീവിതം കൺമുന്നിൽ തകരുന്നത് കണ്ടിട്ടും ഇവൾ ഇതുവരെ നിന്നെ കുറ്റം പറഞ്ഞോ ദേഷ്യം കാണിച്ചോ സംസാരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ നിനക്ക്? ആതിരയെ പോലെ തന്നെ അർച്ചനയും നിന്നെ വിശ്വസിക്കുന്നുണ്ട്. നീ ഒരിക്കലും സ്വയം ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലെന്ന് നിന്റെ ഏട്ടനായ എന്നെക്കാളും ബോധ്യം നിന്റെ ഈ ഏട്ടത്തേക്കുണ്ട്. എനിക്കറിയാം, ഈ രാത്രി നീ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധം നിറഞ്ഞിട്ടാണെന്ന്. ഇപ്പൊ 4-5 ദിവസം കൊണ്ടാ എനിക്ക് എന്റെ അനിയനെ മനസ്സിലാക്കാൻ പറ്റാതായി വന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്റെ ഭാര്യ പറയുന്നതാണെങ്കിൽ നീ ചതിക്കുന്നത് ഞങ്ങളെ ആരെയല്ല, നിന്നോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തയ്യാറെടുക്കുന്ന അനഘയെ കൂടിയാ. അനിയത്തിയുടെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് എല്ലായിടത്തും ഓടി നടന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ അവന്തികടത്തി കൂടിയാ. ഏട്ടൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ടിപ്പോ ഇതേ നിവൃത്തിയുള്ളൂ. എന്നോട് കൂടുതലായി ഏട്ടനും ഏട്ടത്തി ഒന്നും ചോദിക്കരുത്. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങനെ വന്നാൽ നാളൊരു സമയം എല്ലാവരും ശപിക്കുന്ന ഒരു ജന്മമായി പോകേണ്ടത്. ഞാൻ കാരണമുണ്ടായ എല്ലാത്തിനും ഞാനിപ്പോ മാപ്പ് ചോദിക്കൂ. മാപ്പെന്നൊരു വാക്കിൽ പഴയ സന്ദീപിനെ നിങ്ങളെല്ലാവരും മറക്കണം. ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഞാനിപ്പോ ഭയപ്പെടുന്നുണ്ട്. ഉള്ളിലുള്ള ചിലതെല്ലാം ഞാൻ പറഞ്ഞു പോകുമെന്നുള്ളൊരു ഭയം. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എടുത്തി അതിനോട് പറഞ്ഞേക്കണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവളെ ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നുവെന്ന്, കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. സച്ചേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇതെല്ലാം സന്ദീപ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന്? ഇല്ല. പക്ഷേ ഇപ്പൊ തന്റെ പ്രശ്നം തന്നെ എന്റെയും. ഇതെന്താണെന്നോ എങ്ങനെ ഇതിന് പരിഹാരം കാണണമെന്നോ അറിയില്ല. ഇങ്ങനൊരവസ്ഥ അവനുണ്ടായിട്ടും അത് പരിഹരിക്കാനും കൂടെ നിൽക്കാനും ആവാത്ത ഒരു കൂടപ്പിറപ്പായി പോയി ഞാൻ. എനിക്കറിയാം എന്നെക്കാൾ വിഷമം തനിക്കാണെന്ന്. എന്റെ അനിയൻ കാരണം തന്റെയും ആതിരയുടെയൊക്കെ സമാധാനം പോയല്ലോടോ. ഒരു കാര്യത്തിന്റെ ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ട് സച്ചേട്ടാ. ആതിരെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുള്ളത്. ഇപ്പോ ഒരു കാര്യം ഞാൻ സച്ചേട്ടന് വാക്ക് തരാ, ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അത് സന്ദീപിന്റെ അനക്കയുടെ മുഹൂർത്ത സമയത്തിന് മുമ്പേ ആവണേന്നാ എന്റെ പ്രാർത്ഥന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.